പാലിയേക്കരയിൽ ടോൾ മരവിപ്പിച്ചതിനെതിരായ അപ്പീൽ സുപ്രീം കോടതി വിധി പറയാനായി ഇന്ന് മാറ്റിയിരിക്കുകയാണ്. മോശം റോഡുകൾക്ക് എന്തിന് ടോൾ നൽകണമെന്നാണ് ഹർജി പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് ചോദിച്ചത്. ഇന്ന് നടന്ന വാദത്തിലും നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതി ഉയർത്തിയത്. 1 മണിക്കൂർ എടുക്കേണ്ട ദൂരത്തിന് 11 മണിക്കൂറിലേറെ എടുക്കുന്നുവെന്നാണ് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചത്. അത് നമ്മൾ കണ്ടതുമാണ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 15ഓളം മണിക്കൂർ എടുത്തിട്ടാണ് അവിടെ ചെറിയൊരു ഗതാഗതം ഒരു അയവ് വന്നത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഗതാഗത കുരുക്ക് അത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിച്ചില്ലേ എന്നതുൾപ്പെടെ കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി. റോഡിലിറങ്ങുന്ന കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ നിങ്ങൾ അറിയണമായിരുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസിന് പറയേണ്ടി വന്നത്. ഈ റോഡിന്റെ അവസ്ഥ പരിതാപകരമാണെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. നമുക്കത് വിശദമായി നോക്കണം. കാരണം കാലങ്ങളായിട്ട് ആ ഭാഗത്തുള്ള അല്ലെങ്കിൽ അതുവഴി സഞ്ചരിക്കുന്ന ആളുകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ടോളുമായി ബന്ധപ്പെട്ട്. ഇനി ടോൾ കൊടുക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ ഈ റോഡിനാണോ ടോൾ കൊടുക്കേണ്ടത് എന്ന് വന്നിട്ട് സ്വാഭാവികമായിട്ടും ആളുകൾ വളരെ രോഷാകുലരാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ഫുൾ പ്രഷർ, അതായത് അത്രയും മോശം റോഡിലൂടെയാണ് വളരെ നല്ല വാഹനങ്ങളാണെങ്കിലും ഹെവി വാഹനങ്ങൾ ആണെങ്കിലും ഒക്കെ അപകടത്തിൽപ്പെടുന്നതുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് അതുവഴി ഡ്രൈവ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന് കോടതിയുടെ പരാമർശങ്ങൾ ഇല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണം, കോടതിയുടെ വിമർശനം ഇതെല്ലാം വലിയ ആശ്വാസകരമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് എന്താണ് കോടതിയിൽ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. പാലിയേക്കര പരിതാപകരം. ഈ പരിതാപകരം എന്ന് പറയുന്നത് അത്രയേറെ പരിതാപകരമായതുകൊണ്ടാണ്. കാരണം പാലിയേക്കര ടോളിനെ സംബന്ധിച്ച്, ടോളുകളെ സംബന്ധിച്ച് നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും പാലിയേക്കരയിലാണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ സമരങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പാലിയേക്കരയിൽ ടോൾ പിരിവുണ്ട്. റോഡിന്റെ നിർമ്മാണം നടക്കുന്ന സാഹചര്യത്തിലും അവിടെ ഈ ടോൾ പിരിക്കുന്നുണ്ട്. എത്ര പിരിച്ചു എന്നതിന്റെയൊക്കെ കണക്കുകളെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് അത് വിശദമായി പറയണം. ഈ ടോൾ തടഞ്ഞ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റി, ടോൾ പിരിക്കുന്ന കമ്പനിയും ഇവർ രണ്ടുപേരുമാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. കോടതിയിൽ നടന്നത് നമ്മൾ ഇന്ന് കണ്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഈ തുടർച്ചയായിട്ട് ടോൾ കമ്പനിയെയും ദേശീയപാത അതോറിറ്റിയെയും പരിഹസിച്ചുകൊണ്ടുള്ളൊരു വിമർശനമായിരുന്നു ഇന്ന് കോടതി നടത്തിയത് എന്നുള്ളതാണ്. കാരണം കോടതിക്ക് കൂടി ബോധ്യപ്പെട്ട രീതിയിലായിരുന്നു കാര്യങ്ങൾ എന്നത്, ഇല്ലെങ്കിൽ അത്തരം യാഥാർത്ഥ്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് കൂടിയാണ് കോടതിയിൽ കണ്ടത്. അപ്പൊ ഈ ടോൾ പിരിവ് നിർത്തിവെച്ചത് മൂലമുണ്ടായ നഷ്ടം അത് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് ഈടാക്കാൻ ഹൈക്കോടതി ടോൾ കരാറുകാരെ അനുവദിച്ചതിലുള്ള ഒരു ആശങ്കയാണ് NHAIക്ക് ഉള്ളതെന്ന് തുഷാർ മേത്ത ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ അടിപ്പാത നിർമ്മിക്കുന്നത് മറ്റൊരു കമ്പനിയാണെന്നും ഗതാഗത തടസ്സത്തിന് ഉത്തരവാദികൾ അവരാണെന്നുമൊക്കെ ഈ ടോൾ പിരിക്കുന്ന കമ്പനിയും ഇന്ന് കോടതിയിൽ വാദിക്കുകയുണ്ടായി. 4 ആഴ്ച ടോൾ പിരിക്കുന്നതിനാണ് ഹൈക്കോടതി അന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി നോക്കേണ്ടത് ടോൾ കമ്പനിക്കും NHAIക്കും സുപ്രീം കോടതിയുടെ ട്രോൾ എന്നുള്ളതാണ്. അതായത് വളരെ കോടതിയിൽ പോയ നമ്മുടെ പ്രതിനിധികൾ പറയുന്നുണ്ടായിരുന്നു, വളരെ സീരിയസ് ആയിട്ട് ജനങ്ങൾക്കിടയിൽ നിന്നൊരു കോടതി സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് ഇന്ന് കോടതി ഇവരെ NHAIയെ ട്രോൾ ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാം. 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ദൂരത്തേക്ക് 11 മണിക്കൂർ. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അത്ര വലിയ, അതായത് ഒരു ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിയാത്ത രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആ ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അതൊരു തരത്തിലും പരിഹരിക്കാൻ പോലും, അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി നോക്കുകുത്തിയാവുക എന്ന് അക്ഷരാർത്ഥത്തിൽ നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു. അതെങ്ങനെ പരിഹരിക്കാം? ചില പോലീസുകാർ ഇടപെട്ടാണ് പല ചെറിയ വഴികളിലൂടെയും ഒക്കെ ഇവരെ ചെറിയ വാഹനങ്ങൾ കടത്തിവിട്ടത്. ആംബുലൻസിന് പോലും കടക്കാൻ ഇല്ലെങ്കിൽ കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആ ബ്ലോക്ക് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 15 മണിക്കൂറോളം. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ദേശീയപാതയിലെ മുരിങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു ലോറി മറിഞ്ഞാണ് ഈ ഗതാഗത കുരുക്ക് ഉണ്ടായത്. അതുതന്നെയാണ് ഇന്ന് ഈ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വാദിച്ചത്. പക്ഷെ അത് കോടതി ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ലോറി തനിയെ വീണതല്ല, റോഡിലെ കുഴിയിൽ വീണ് മറിഞ്ഞതാണെന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ തിരിച്ചടിക്കുകയായിരുന്നു. അതോടെ ഈ ദേശീയപാതയിലെ 65 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ടോൾ എത്രയാണെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ ഈ സോളിസിറ്റർ ജനറലിനോട് ചോദിച്ചു. അപ്പൊ 150 രൂപയെന്നായിരുന്നു മറുപടി. അപ്പൊ ഇതിന് ചീഫ് ജസ്റ്റിസ് തിരിച്ചു ചോദിച്ചതാണ് ഈ പറയുന്ന 11 മണിക്കൂർ. 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്തേക്ക് 11 മണിക്കൂറുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ 150 രൂപ എടുക്കുന്നത് എന്നുള്ള കാര്യം വളരെ രസകരമായിട്ട് കൂടി കോടതി അതിൽ ഇടപെട്ടു എന്നുള്ളതാണ്. മറ്റൊന്ന്, മോശം റോഡിന് എന്തിന് ടോൾ നൽകണം എന്നുള്ളതാണ്. നമ്മൾ കാലങ്ങളായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ, അതുവഴി പോകുന്ന ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്ര മോശമായിട്ടുള്ള ഒരു റോഡിന് എന്തിനാണ് ഈ ടോൾ ഇപ്പോൾ പിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അത്രയും മോശം ടോളാണ്
എങ്ങനെ ടോൾ പിരിക്കുമെന്ന് സുപ്രീം കോടതി വരെ ചോദിച്ചിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് BR ഗവായ് ദേശീയപാത അതോറിറ്റിയോട് ഈ ചോദ്യം ചോദിക്കുകയാണെന്ന്. അപ്പൊ താൻ ആ വഴി പോയിട്ടുണ്ടെന്നാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ് പറഞ്ഞത്. പാലിയേക്കരയിലെ റോഡിന്റെ മോശം അവസ്ഥ തങ്ങൾക്ക് നേരിട്ടറിയാമെന്ന് ബെഞ്ചിലെ 2 ജസ്റ്റിസുമാർ പറഞ്ഞു എന്നുള്ളതാണ്. ഈ ജനങ്ങളിൽ നിന്ന് ടോൾ വാങ്ങി അവർക്കതിന്റെ സേവനം നൽകാതിരിക്കലാണ് ഇതെന്ന് സുപ്രീം കോടതി തുറന്നടിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ റോഡ് പണി പൂർത്തിയാക്കാതെ എങ്ങനെ ടോൾ പിരിക്കാനാകുമെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയും ചെയ്തു. ജസ്റ്റിസ് K വിനോദ് ചന്ദ്രന് അവിടുത്തെ സാഹചര്യം വ്യക്തമായി അറിയാമെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തിന് പാലിയേക്കരയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഇല്ലെങ്കിൽ വാദിക്കേണ്ട പോലും ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം അതുവഴി സഞ്ചരിച്ചിട്ടുള്ളതാണ്. മറ്റൊന്ന്, മഴ കഴിഞ്ഞിട്ട് പോരോ ടോൾ പിരിവ് എന്നുള്ളൊരു സെന്റൻസ് ആണ്. അത് വരാനുണ്ടായ കാരണം ഈ ഗതാഗത തടസ്സം ഒഴിവാക്കാൻ സർവീസ് റോഡുകൾ നിർമ്മിച്ചിരുന്നെന്നും ഇപ്പോഴുള്ള ഈ മഴ കാരണമാണ് ആ നിർമ്മാണ പ്രവർത്തനത്തെ അതൊക്കെ ബാധിച്ചതെന്നും തുഷാർ മേത്ത വാദിച്ചിരുന്നു. പക്ഷേ ഈ ടോൾ പിരിവ് നിർത്തിവെച്ചത് മൂലമുണ്ടായ നഷ്ടത്തിൽ നിന്നാണ് ഇവർ ഈ ഹർജിയുമായിട്ട് പോകുന്നത്. അപ്പോഴാണ് കോടതി ചോദിക്കുന്നത്, എന്നാൽ പിന്നെ മഴ കഴിഞ്ഞിട്ട് ടോൾ പിരിച്ചാൽ മതിയല്ലോ എന്ന്. ഹൈക്കോടതി അത് തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. അത് ശരിവെക്കുന്ന രീതിയിലാണ് സുപ്രീം കോടതിയും ഇന്ന് ആ വിഷയത്തിൽ നിരീക്ഷണം നടത്തിയത്. ഈ അടിപ്പാത നിർമ്മാണം മറ്റൊരു കമ്പനിയാണ്. ഗതാഗതത്തിന് തടസ്സത്തിന്റെ ഉത്തരവാദികൾ അവരാണ്. ടോൾ പിരിക്കുന്ന കമ്പനിയും ഈ തരത്തിലാണ് വാദിച്ചത്. അതായത് മറ്റുള്ളവരുടെ തലയിലേക്ക് ഇടാൻ നോക്കുകയാണ് NHAയും ഒപ്പം തന്നെ ഈ അടിപ്പാത നിർമ്മിക്കുന്ന കമ്പനിയുമല്ല. അപ്പം മറ്റ് കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഏറ്റെടുത്തിരിക്കുന്ന കരാറുകൾ അവർ ചെയ്യുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് പോലും കോടതിയെ അറിയിക്കാൻ സാധിച്ചില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 4 ആഴ്ച ടോൾ പിരിക്കുന്നതിനാണ് ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ കടുത്ത നിസ്സംഗതയാണ് ദേശീയപാത അതോറിറ്റി കാണിച്ചിരിക്കുന്നതെന്ന് ഹൈക്കോടതി അന്ന് തന്നെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ 4 ആഴ്ച എന്നുള്ളൊരു സമയം, അതിനുള്ളിൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഇപ്പം സുപ്രീം കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായതുകൊണ്ട് വിധി വരുമ്പോൾ എന്തായിരിക്കും വിധി എന്നതിൽ ഒരാകാംക്ഷ കൂടിയുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം കേസ് സുപ്രീം കോടതി പരിഗണിച്ചപ്പോഴും ഇതേപോലെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് കോടതി ഈ റോഡിലെ പരിതാപാവസ്ഥയെ, ഈ ടോൾ പിരിക്കാനുള്ള സർക്കാരിന്റെയും കമ്പനിയുടെയും ഒക്കെ തിടുക്കത്തെയും വിമർശിച്ചത്. അതൊരു തിടുക്കമായിരുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ആളുകളിൽ നിന്ന് പണം പിരിക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് സൗകര്യം ഒരുക്കുക എന്നൊരു കാര്യത്തിലേക്ക് അവർ ശ്രദ്ധ ഊന്നിയിരുന്നില്ല എന്നതിന്റെ കൂടി ഒരു യഥാർത്ഥ ഫേസ് ആണ് നമ്മൾ ഇന്ന് കോടതിയിലും ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. മറ്റൊന്ന്, വാദം പൂർത്തിയായിട്ടുണ്ട്, വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. പാലിയേക്കരയിലെ ഈ ടോൾ മരവിപ്പിച്ചതിനെതിരായ അപ്പീലാണ് സുപ്രീം കോടതി വിധി പറയാൻ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതിൽ എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതായത് ഏത് തരത്തിലായിരിക്കും അത് കോടതി കൈകാര്യം ചെയ്യുക? ഇന്നത്തെ നിരീക്ഷണം അനുസരിച്ചാണെങ്കിൽ അതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ഉത്തരവിലേക്ക് കോടതി കടക്കുമെന്നുള്ളതാണ്. കോടതിയിൽ നടന്നതിന്റെയും ഈ വിധി മാറ്റിവെച്ചതിന്റെയും കൂടുതൽ വിശദാംശങ്ങൾ നൽകും സജു തോമസ്. പാലിയേക്കര ടോൾ പിരിവ് മരവിപ്പിച്ച ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഇതിൽ ഇന്ന് വാദം പൂർത്തിയായി. വിധി പറയുന്നതിന് വേണ്ടി സുപ്രീം കോടതി ഈ ഹർജി മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ച ഉണ്ടായതിന് സമാനമായി തന്നെ വലിയ വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്നും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ അത് അതീവ ശോചനീയ അവസ്ഥയിലാണെന്നും മഴ പെയ്യുമ്പോൾ റോഡുകളിൽ ഉണ്ടാകുന്ന വാഹനക്കുരുക്കൾ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്നുള്ള വലിയ വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത്. എന്തായാലും ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി സോളിസിറ്റർ ജനറലാണ് ഇത്തരത്തിലുള്ള വാദഗതികളൊക്കെയും നേരത്തെ പ്രധാനമായിട്ടും സോളിസിറ്റർ ജനറൽ എന്ന് പറഞ്ഞത് മഴ കാരണമാണ് സർവീസ് റോഡുകളുടെയും ലിങ്ക് റോഡുകളുടെയും പണി അവതാളത്തിലായത്. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് പോരെ ഈ ടോൾ പിരിവെന്നായിരുന്നു സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ന് വലിയ വിമർശനമാണ് ദേശീയപാത അതോറിറ്റിക്കെതിരെ നടത്തിയിരുന്നത്. മഴ മൂലമാണ് പണി താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മഴയെ പറയുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ ജനങ്ങൾ എന്തുപേക്ഷിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അദ്ദേഹം ഇന്ന് ചോദിച്ചത്. അതോടൊപ്പം തന്നെ ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് എത്ര നാൾ നിങ്ങൾക്ക് മാറ്റിവെക്കാനാകും എന്നുള്ള ഒരു ചോദ്യമായിരുന്നു പ്രധാനമായിട്ടും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത്. അതിന് സമാനമായി തന്നെ സുപ്രീം കോടതിയിൽ ചില വാദഗതികളാണ് ഇന്ന് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയും കരാർ കമ്പനിയും നടത്തിയത്. ഉപകരാർ എടുത്ത കമ്പനികളാണ് ചിലയിടങ്ങളിൽ പണി പൂർത്തിയാക്കാത്തതെന്നും ആ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഏകദേശം 3 ഇടങ്ങളിൽ മാത്രമാണ് ഈ ദേശീയപാതയിൽ ഈ ഗതാഗത കുരുക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അത് ഉപകരാറെടുത്ത കമ്പനികളാണെന്നുള്ളൊരു വാദഗതിയാണോ കരാർ കമ്പനി സുപ്രീം കോടതി നേരത്തത്. പക്ഷേ അതിനെയൊക്കെയും
അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദഗതിയെ നിരസിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. കരാറെടുത്ത കമ്പനിക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് സുപ്രീം കോടതി ഇന്ന് ചോദിച്ചു. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് പ്രധാനമായി ഉയർന്നു വന്ന മറ്റൊരു കാര്യം ഈ ദേശീയപാത അതോറിറ്റിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ദേശീയപാതയിലെ അതായത് റോഡ് പൊട്ടിപ്പൊളിയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന്മേൽ യാതൊരു നടപടിയും ഇതുവരെയും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ 12 മണിക്കൂറോളം വലിയൊരു ഗതാഗതക്കുരുക്ക് ഉണ്ടായത് അത് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തയും ഇന്ന് സുപ്രീം കോടതി ഇതിന്റെ അതായത് ഈ വാദങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി ഇന്ന് എടുത്ത് പരിശോധിക്കുകയുണ്ടായി. അതിനെപ്പറ്റിയും സുപ്രീം കോടതി ഇന്ന് ആരായുണ്ട്. അതായത് ആ വിഷയത്തിൽ എന്താണ് ദേശീയപാത അതോറിറ്റിക്ക് മറുപടി പറയേണ്ടതെന്ന് ഇന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചോദിച്ചപ്പോൾ സോളിസിറ്റർ ജനറൽ മറുപടിയായിട്ട് പറഞ്ഞത് ഒരു ലോറി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാണ് അത്തരം ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ ആ ലോറി ബ്രേക്ക് ഡൗൺ ആയത് ഈശ്വര നിശ്ചയമല്ലല്ലോ എന്നാണ് സുപ്രീം കോടതി അപ്പോഴും ഒരു വിമർശനം ഉയർത്തിയത്. അതായത് സാധാരണ സുപ്രീം കോടതി ദേശീയപാത അതോറിറ്റിക്ക് മുൻപ് ഈ കേസ് പരിഗണിച്ചപ്പോൾ പോലും വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അതിന് സമാനമായി തന്നെയാണ് ഇന്നും പല വിമർശനങ്ങൾ ഉയർത്തിയിരുന്നത്. അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട്. 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരങ്ങൾ 12 മണിക്കൂറോളം എടുത്താണ് വാഹനങ്ങൾ നീങ്ങുന്നത്. അതിൽ യാതൊരു ഉത്തരവാദിത്വമില്ലേ? ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ആര് സമാധാനം പറയും എന്നുള്ള ചോദ്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും ദേശീയപാത അതോറിറ്റിക്കെതിരെ സുപ്രീം കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും വാദം പൂർത്തിയായ അപ്പീൽ ഇനി വിധി പറയാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ദേശീയപാത അതോറിറ്റിക്ക് ഇത്രയും വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ വിധി എന്താകും എന്നുള്ളതാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ പലയിടങ്ങളിലായിട്ട് ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ദേശീയപാതയിലെ വികസനവുമായി ബന്ധപ്പെട്ടും ഇതിന്റെ അണ്ടർപാസുകളുടെയും അതുപോലെ മേൽപ്പാലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പെരുമാറണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണെന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സജു പറഞ്ഞതുപോലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനം. ഒരുപാട് കാലമായി ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മഴക്കാലമാണ്, കാലവർഷം കടക്കുന്ന ദിവസങ്ങളിലെല്ലാം ഓരോ അപകടങ്ങൾ വീതം, ഇല്ലെങ്കിൽ ഇത് ഇടിഞ്ഞു വീഴുന്ന രീതികൾ, നിർമ്മാണത്തിലെ അപാകത, ഈ രീതിയിൽ പലതരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ദേശീയപാത അതോറിറ്റി. കേന്ദ്ര സർക്കാർ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയത്തിലേക്ക് കാര്യങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു എന്നതുകൂടിയാണ് വ്യക്തമാവുന്നത്. എന്തായാലും പാലിയക്കര ടോൾ പ്ലാസയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ ദേശീയപാതയിലെ ഇഷ്യൂസ് എല്ലാം പുറത്തു വരുന്നത്, ഇല്ലെങ്കിൽ കോടതി അതുമായി ബന്ധപ്പെട്ട എല്ലാം സൂചിപ്പിക്കുന്നത് ഒരു കണക്കിന് നോക്കുമ്പോൾ ആശ്വാസകരമായ കാര്യമാണ്. കോടതി അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. മറ്റൊന്ന്, വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ കടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോഴും അതേപോലെ തന്നെ കാര്യങ്ങൾ തുടരുകയാണ്. ദേശീയപാത അതോറിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊരു ചോദ്യം പോലും ഉയർത്താൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നുള്ളതാണെന്ന്. സർക്കാരുകൾ കുറച്ചുകൂടി ഈ കാര്യത്തിൽ വ്യക്തത വരുത്തുക, കൃത്യത വരുത്തുക എന്നുള്ളതാണ്. ആളുകളെ, ജനങ്ങളെ സംബന്ധിച്ച് അവർ ഏറ്റവും ആശ്രയിക്കുന്ന സംവിധാനമാണ് ഗതാഗതം എന്നുള്ളത്. ആ ഗതാഗതത്തിൽ ഇത്തരത്തിലുള്ള പോരായ്മകൾ വരുന്നത്, അപകടങ്ങൾ ഉണ്ടാവുന്നത്, മരണങ്ങൾ സംഭവിക്കുന്നതൊക്കെ ആളുകളെ സംബന്ധിച്ച് വൈകാരികമായും അല്ലാതെയും. മാത്രവുമല്ല, കേരളത്തെ സംബന്ധിച്ച് റോഡിന്റെ കാര്യത്തിൽ സുരക്ഷയില്ല എന്നൊരു ചീത്തപ്പേര് കൂടി കേൾപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആളുകൾക്ക് മനസ്സിലാവുന്നില്ല ഇതാരാണ് ഇത് ഡീൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ കൺഫ്യൂഷനുണ്ട്. കേരള സർക്കാരിനെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത് ദേശീയപാത അതോറിറ്റിയാണ്, അത് കേന്ദ്ര സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതും അത് കൃത്യമായി ക്ലിയർ ആക്കി കൊണ്ടുപോകേണ്ടതും അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. കോടതി ഉത്തരവ് വരുമ്പോൾ കുറച്ചുകൂടി അതിലൊരു വ്യക്തത വന്ന് അത് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ആളുകൾക്ക് സഹായകരമാകുന്ന, ഇല്ലെങ്കിൽ ഗുണപ്പെടുന്ന രീതിയിലേക്ക് താൽക്കാലികമായെങ്കിലും കാര്യങ്ങൾ മാറ്റും. പൂർണ്ണമായി പണി തീരുന്നതിന് മുൻപ് എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോഴുണ്ടാവുന്ന അപകടങ്ങൾ കുറയും എന്നുള്ള പ്രതീക്ഷയും വെക്കാം.